കണ്ണൂർ ജില്ലയിൽ ഗതാഗത ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ദേശീയപാതയിൽ മേലെച്ചൊവ്വയിൽ മേൽപ്പാലം വരുന്നതോടെ ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് ശമനമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ നഗര റോഡ് വികസനത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മേലെച്ചൊവ്വ ഫ്ലൈ ഓവർ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ടിടപെടുമെന്നും മന്ത്രി അറിയിച്ചു. മേലെച്ചൊവ്വ മട്ടന്നൂർ വിമാനത്താവള റോഡ് ദേശീയപാത നിലവാരത്തിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി അറിയിച്ചു. ദീർഘകാലത്തെ സ്വപ്ന പദ്ധതിയാണ് മേലെച്ചൊവ്വ ഫ്ലൈ ഓവർ. കണ്ണൂർ തലശ്ശേരി റോഡിന്റെയും കണ്ണൂർ ഇരിട്ടി റോഡിന്റെയും സംഗമസ്ഥലമായ മേലെച്ചൊവ്വ NH 66 സംസ്ഥാനപാത, വിമാനത്താവള റോഡ് എന്നിവയെല്ലാം ചേരുന്ന സ്ഥലമാണ്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വാഹനപ്പെരുപ്പമുള്ള ജംഗ്ഷൻ കൂടിയാണിത്. കണ്ണൂർ നഗര വികസന പദ്ധതി LDF സർക്കാർ തയ്യാറാക്കുമ്പോൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേലെച്ചൊവ്വയിൽ അണ്ടർപാസ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ നഗരത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ കടന്നു പോകുന്നതിനാൽ അത് ഫ്ലൈ ഓവറാക്കി മാറ്റി. പദ്ധതിക്കായി 57.45 സെന്റ് ഭൂമിയാണ് ഏറ്റെടുത്തത്. 15.43 കോടി രൂപ സ്ഥലമെടുപ്പിനായി ചിലവഴിച്ചു. ഫ്ലൈ ഓവറിന്റെ വീതി 9 മീറ്ററാണ്. 24 മീറ്ററാണ് സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള ആകെ വീതി. 44.71 കോടി രൂപയ്ക്ക് കിഫ്ബിയിൽ നിന്ന് സാമ്പത്തിക അനുമതി ലഭിച്ചു. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ദേശീയപാത വികസനം കണ്ണൂരിൽ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. കണ്ണൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമായാലും ജില്ലാ കേന്ദ്രത്തിലേക്കുള്ള യാത്ര ഇതുവഴിയാണ്. എല്ലാ തരത്തിലും ഇത് നാടിന് ഉപയോഗപ്രദമാണ്. ചൊവ്വ റൂറൽ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. കണ്ണൂർ നഗര റോഡ് വികസന പദ്ധതി ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം മന്ത്രി അഭ്യർത്ഥിച്ചു. കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. RBDCK MDS സുഹാസ്, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ CM പത്മജ, പ്രകാശൻ പയ്യനാടൻ, കണ്ണൂർ മണ്ഡലം വികസന സമിതി കൺവീനർ N ചന്ദ്രൻ, RBDCK ഡെപ്യൂട്ടി GMA അബ്ദുൾ സലാം, ADMK നവീൻ ബാബു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ദീർഘകാലമായി കണ്ണൂരിലെ ജനതയുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന ദിനമാണെന്ന്. അതിൻ്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ പ്രവൃത്തി ഇന്ന് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലമായിട്ടുള്ള പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളത് തന്നെ, ദീർഘകാലമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളത് തന്നെ അത് വലിയ നിലയിൽ ജനങ്ങൾക്കാകെ ആശ്വാസമാകുന്നതാണ്. മേലെച്ചൊവ്വ ഫ്ലൈ ഓവർ, മേലെച്ചൊവ്വയിൽ ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ള ആവശ്യം നിങ്ങൾക്കൊക്കെ അറിയാം, എത്രയോ കാലമായിട്ടുള്ളതാണ്. 2016 മുതൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ എല്ലാ ശ്രമവും നടത്തി മുന്നോട്ട് വന്നു. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിന് 25 കോടി രൂപ തുക അനുവദിച്ചു. കിഫ്ബി ഫണ്ട് കൂടിയാണ്. അതിൻ്റെ പ്രവൃത്തി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. RBDCK വഴിയാണ് നിർമ്മാണം നടത്തുന്നത്. ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നതായിരിക്കും. ഡിസൈൻ ബിൽഡ് മോഡിൽ കരാറുകാരൻ നിർമ്മാണം പൂർത്തിയാക്കും, അതിനെല്ലാ നിലയിലും ഇടപെടും. അപ്പോൾ ദീർഘകാലത്തെ ഒരു പ്രശ്നമാണ്. അതോടൊപ്പം കണ്ണൂർ ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒട്ടേറെ പദ്ധതികളിപ്പോൾ നടപ്പിലാക്കി വരികയാണ്. ടൂറിസം മേഖലയിൽ നിങ്ങൾ കണ്ടാണ് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വികാസം കണ്ടതാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അതുപോലെ അഴീക്കോട് മണ്ഡലം, മട്ടന്നൂർ തുടങ്ങി കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ടൂറിസം മേഖലയിൽ ഒട്ടേറെ പുതിയ പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലബാറിൻ്റെ ടൂറിസത്തെ വികസിപ്പിക്കുക എന്നുള്ളത് പ്രകടന പത്രികയിൽ LDF പറഞ്ഞൊരു കാര്യമാണ്. കാരണം കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളിൽ 6% പേർ മാത്രമേ മലബാറിലേക്ക് വരുന്നുള്ളൂ. 100 ആൾ വന്നാൽ 6 ആളെ വരുന്നുള്ളൂ. ഇത് കോവിഡിന് മുമ്പുള്ള കണക്കാണ്. ഇത് മാറ്റാൻ വേണ്ടി മലബാറിൽ ടൂറിസം മേഖലയുടെ സാധ്യതകളെ കുറേ കൂടി മാർക്കറ്റ് ചെയ്യാൻ, അതിലൂടെ കേരള ടൂറിസത്തിന് കുതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം നടപ്പിലാക്കാനുള്ള ഇടപെടലാണ് നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായി പ്രത്യേക ക്യാമ്പയിൻ ഏറ്റെടുത്ത് മുന്നോട്ട് വരാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആ ക്യാമ്പയിൻ ഏറ്റെടുത്ത് പോകുമ്പോൾ വയനാടിൻ്റെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എൻ്റെ കേരളം എന്നും സുന്ദരം. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമ്മാനുവൽ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നേടാം 1 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യശാലികൾക്ക് നേടാം 10 ഡയമണ്ട് നെക്ലസുകൾ. വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ. 1 ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ്. 75,000 രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ. 50,000 രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം LED TV. 25,000 രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ. കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ.
3 ക്രോപ്പ് ടോപ്പ് 399 രൂപ മാത്രം. 3 ബോയ്സ് ടീഷർട്ട് 299 രൂപ. 3 ഗേൾസ് ടീഷർട്ട് 299 രൂപ. 3 ലേഡീസ് കുർത്തീസ് 599 രൂപ. 3 ബ്ലാങ്കറ്റ് 299 രൂപ. 3 ഫാമിലി ബെഡ്ഷീറ്റ് 499 രൂപ. ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും. ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ, മെയിൻ റോഡ്, ഇരിട്ടി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് മേലെ പട്ടാമ്പി.